Dear students, welcome to English grammar class. ഇംഗ്ലീഷ് ഗ്രാമർ 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഹൈസ്കൂൾ വിഭാഗത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഗ്രാമറിലെ അടിസ്ഥാന കാര്യങ്ങൾ വളരെ ലളിതമായി വിശദീകരിക്കുന്ന ഒരു പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നാം കേൾക്കാറുള്ള ഒരു പരാതി, ഒരു പരിഭവം, ഇംഗ്ലീഷ് ഗ്രാമറിന് മാർക്ക് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയാറുണ്ട്. അത് മറ്റൊന്നും കൊണ്ടുമല്ല, ഇംഗ്ലീഷിൻ്റെ അല്പ കാര്യങ്ങൾ, അടിസ്ഥാനമായ കാര്യങ്ങൾ പഠിക്കാത്തത് കൊണ്ടുള്ള കുഴപ്പം മാത്രമാണ്. അത് വളരെ ലളിതമായി, ഏറ്റവും രസകരമായി പഠിക്കാൻ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ്സാണ് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്. 8, 9, 10 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് മാത്രമല്ല, USS പരീക്ഷകൾക്കും അതേപോലെ തന്നെ PSC പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ ക്ലാസ് വളരെ പ്രയോജനപ്രദമായി മാറും എന്ന് തന്നെയാണ്, ആ രീതിയിലാണ് ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ ക്ലാസ് കാണാനിരിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ മുൻഭാഗത്തൊരു പേനയും ഒരു പുസ്തകവും തയ്യാറാക്കി വെക്കണം. അതേപോലെ തന്നെ ഓരോ ക്ലാസ് അവസാനിക്കുമ്പോഴും കുറച്ച് ടാസ്ക് നിങ്ങൾക്കായി തരും. ആ ടാസ്ക് ഒക്കെ തന്നെ പിന്നീട് അടുത്ത ക്ലാസ്സുകളിൽ വിശദീകരിക്കുകയും ചെയ്യും. ഏതായാലും നമുക്ക് ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ ക്ലാസ് വളരെ ലളിതമായ രീതിയിൽ, വളരെ രസകരമായ രീതിയിൽ പഠിക്കാൻ ഉപകരിക്കുന്ന ഈ ക്ലാസ്സിലേക്ക് കൃത്യമായി സമയം ചെയ്തിട്ട് ആരംഭിക്കുക. ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ലെറ്റേഴ്സ് തുടങ്ങുന്നു, വേർഡിൽ തുടങ്ങുന്നു, പിന്നീട് സെന്റൻസ്. ഈ രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ പഠിച്ച് പോകുന്നത്. ഇംഗ്ലീഷിൽ ലെറ്റേഴ്സ് 26 ലെറ്റേഴ്സ് എല്ലാവർക്കും അറിയാം. A to Z വരെയുള്ള ലെറ്റേഴ്സ് എല്ലാവർക്കും അറിയാം, വേർഡ്സും അറിയാം. പക്ഷേ ഈ വേർഡ്സ് എല്ലാം കിട്ടി അതൊരു സെന്റൻസ് ആക്കി രൂപകൽപ്പന ചെയ്യുമ്പോഴാണ് നമുക്ക് തെറ്റുകൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യമായി നമ്മൾ പഠിക്കുന്നത് what is a sentence. Look, is this a sentence? A doctor is Maya. Is this a sentence? It is not a sentence. It is not in order. ഒരു ഓർഡറിലല്ല. How can we make the sentence in an order? ഈ സെന്റൻസിനെ നമുക്ക് എങ്ങനെ ഒരു ഓർഡർ ആക്കി മാറ്റാൻ പറ്റും എന്നാണ് നോക്കുന്നത്. Look, Maya is a doctor. ശരിയാണ്. Maya is a doctor. ശരിയാണ്. Why? We can say a sentence is a group of words which makes a complete sense. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ഒരാശയത്തെ ഉണ്ടാക്കുന്ന പദസമൂഹത്തിനെയാണ് നമുക്ക് സെന്റൻസ് എന്ന് പറയാൻ കഴിയുന്നത്. ഓക്കെ? What is a sentence? A sentence is a group of words that makes a complete sense or meaning. പൂർണ്ണമായ അർത്ഥത്തെ ഉണ്ടാക്കുന്ന പദങ്ങളുടെ കൂട്ടമാണ്, വാക്കുകളുടെ കൂട്ടമാണ് നമുക്ക് സെന്റൻസ് എന്ന് പറയാൻ പറ്റുക. Look at these examples. ഈ എക്സാമ്പിൾ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. My name is Anakha. Anakha is my sister. Next sentence ശ്രദ്ധിക്കൂ. She came here last Sunday. She ഉണ്ട്, came here last Sunday എന്ന ഫുൾ സെന്റൻസ് അവിടെ നമുക്ക് കാണാൻ കൃത്യമായി ആശയമുള്ള, കൃത്യമായി അർത്ഥമുള്ള വാക്കുകളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാക്കുകളെ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തി വെച്ചിരിക്കുകയും ചെയ്യുന്നു. അപ്പൊ സെന്റൻസ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി. ഈ സെന്റൻസിന്റെ ഒക്കെ ഏറ്റവും അവസാനം നിങ്ങൾക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് കാണാം. Look at this. Maya is Anakha is my sister. My name is Anakha. She came here last Sunday. അവിടെ നിങ്ങൾക്ക് ഒരു ഫുൾ സ്റ്റോപ്പിൽ ആ സെന്റൻസ് അവസാനിക്കുന്നതായി കാണാം. സോ ഇറ്റ് ഈസ് എ സെന്റൻസ്. ഇനി ഇംഗ്ലീഷിൽ എത്ര തരം സെന്റൻസ് ഉണ്ടെന്നാണ് നമ്മൾ പഠിക്കുന്നത്. How many kinds of sentences in English? There are 4 kinds of sentences in English. One is assertive or declarative or statement. സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള, പ്രസ്താവന രൂപത്തിലുള്ള വാക്യങ്ങളെ
അതിന് പറയുന്ന പേരാണ് assertive sentence. A sentence that makes a statement. Example. Look at these examples. Mohan is a teacher. He teaches us English. Maya is a lawyer. She is working as a lawyer. They are not teachers. They come here every day. Some types of sentences. ഈ സെന്റൻസിലൊക്കെ നിങ്ങൾക്കൊരു പ്രത്യേകത കാണാൻ പറ്റും. യു ക്യാൻ സീ എ സബ്ജക്ട് ദർ. മോഹൻ സബ്ജക്റ്റ് ആണ്. ഹി സബ്ജക്റ്റ് ആണ്, പ്രോനൗൺ ആണ്, സബ്ജക്റ്റ് ആണ്. മായ സബ്ജക്റ്റ് ആണ്. ഷീ സബ്ജക്റ്റ് ആണ്. ദേ സബ്ജക്റ്റ്. ദേ വീണ്ടും ദേ സബ്ജക്റ്റ്. ഈ സബ്ജക്റ്റിനെല്ലാം ശേഷം പ്രെഡിക്കേറ്റ് ആയി അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നു. മോഹൻ ഈസ് എ ടീച്ചർ. ഹി ടീച്ചേഴ്സ് us English. Maya is a lawyer. She is working as a lawyer. They are not teachers. They come here every day. ഇതേപോലെയുള്ള സെന്റൻസിനെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള സെന്റൻസിനെ ഒരു സബ്ജക്റ്റും ബാക്കി അതിൻ്റെ വേർബും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞു പോകുന്ന സെന്റൻസിനെ നമുക്ക് അസർട്ടീവ് സെന്റൻസ് എന്ന് പറയാം. ആൻഡ് ഇറ്റ് ഈസ് ആൾസോ കോൾഡ് എ സ്റ്റേറ്റ്മെന്റ്. ഇൻ്ററോഗേറ്റീവ് സെന്റൻസ് രണ്ട് രീതിയിൽ വരും. ഒന്ന് WH ക്വസ്റ്റ്യനും അതേപോലെ തന്നെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. WH ക്വസ്റ്റ്യൻ നമുക്കറിയാം, W എന്ന വാക്കിലും അതേപോലെ H എന്ന വാക്കിലും തുടങ്ങുന്ന ചോദ്യവാക്കുകളാണ് WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. വാട്ട്, വിച്ച്, വൈ, ഹൗ, ഹൗ മെനി, ഹൗ മച്ച്, ഹൗ ലോങ്, ഹൗ ഫാർ തുടങ്ങിയ വാക്കുകൾ. ഇപ്പോൾ ഉദാഹരണമായിട്ട് വാട്ട് ഡു യു ഡു, ഹൗ വാസ് ദ ഡേ, വേർ ഡസ് ഹി കം ഫ്രം തുടങ്ങിയ എക്സാമ്പിൾ ശ്രദ്ധിക്കുക. ഈ സെന്റൻസ് ഒക്കെ അവസാനിക്കുന്നത് യു ക്യാൻ സീ ദർ ഇസ് എ ക്വസ്റ്റ്യൻ മാർക്ക്. ഓൾ ദ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് വിൽ എൻഡ് വിത്ത് എ ക്വസ്റ്റ്യൻ മാർക്ക്. നേരത്തെ ഫുൾ സ്റ്റോപ്പിലായിരുന്നു സ്റ്റേറ്റ്മെന്റ് അവസാനിച്ചെങ്കിൽ ഇവിടെ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് അവസാനിക്കുന്നത് ക്വസ്റ്റ്യൻ മാർക്കിനായിരിക്കും. ഇൻട്രോഗേറ്റീവ് സെന്റൻസിൽ രണ്ടാമത്തെ രൂപം യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഈ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, അതെ അല്ലെങ്കിൽ ഇല്ല എന്ന് ഉത്തരം കിട്ടുന്ന, ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് ഉത്തരം കിട്ടുന്ന ചോദ്യങ്ങളാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. മറ്റൊരു പ്രത്യേകത, ഓൾ ദ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് വിൽ ബിഗിൻ വിത്ത് ഓക്സിലറി വെർബ്. ഓക്സിലറി വെർബ് വളരെ വിശദമായി നമ്മൾ അടുത്ത ക്ലാസ് പഠിക്കും. എങ്കിലും നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി മാത്രം ഏതൊക്കെയാണ് ഓക്സിലറി വെർബ് എന്ന് മാത്രം ഇപ്പോൾ പറയാം. ഇംഗ്ലീഷിൽ 24 ഓക്സിലറി വെർബാണുള്ളത്. ഈസ്, ആർ, ആം, വാസ്, വർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്, വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, ought to, must, need, dare, used to. ഇതാണ് ഇംഗ്ലീഷിൽ 24 ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്. ഓക്സിലറി വെർബിന് മാത്രമായിട്ടൊരു ക്ലാസ് നമ്മൾ അടുത്ത ക്ലാസ് എടുക്കുന്ന സമയത്ത് വളരെ വിശദമായ കാര്യങ്ങൾ സൂചിപ്പിക്കും. ഇതിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആരംഭിക്കുന്നത് എപ്പോഴും ഒരു ഓക്സിലറി വെർബ് കൊണ്ട് ആയിരിക്കും. എക്സാമ്പിൾ, ഡു യു നോ മീ, ഡു, ഡസ്, ഡിഡ് ഓക്സിലറി വെർബാണ് ഞാൻ പറഞ്ഞല്ലോ. ഡു യു നോ മീ, ഈസ് ദിസ് യുവർ ബുക്ക്, ഡിഡ് ഷീ ഗോ ടു ഓഫീസ് യെസ്റ്റർഡേ, വിൽ യു കം വിത്ത് മീ. ഇതെല്ലാം ഓക്സിലറി വെർബ് കൊണ്ട് തുടങ്ങുന്ന യെസ് ഓർ നോ ക്വസ്റ്റ്യന് ഉദാഹരണം. അപ്പോൾ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന വാട്ട്, വിച്ച്, വൈ, വേർ, ഹൗ, ഹൗ മെനി തുടങ്ങിയ വാക്കുകൾ കൊണ്ട് തുടങ്ങുന്ന ചോദ്യങ്ങളും, അതേപോലെ തന്നെ ഓക്സിലറി വെർബ് കൊണ്ട് തുടങ്ങുന്ന യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുകയാണ്. തേർഡ് വൺ ഈസ്, മൂന്നാമത്തെ സെന്റൻസ് ഇംപറേറ്റീവ് സെന്റൻസ് ആണ്. What is an imperative sentence? Imperative sentence also ends with a full stop. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഇംപറേറ്റീവ് സെന്റൻസ് പ്രത്യേകത. ആ പ്രത്യേകത, ഈ സെന്റൻസ് ഒന്നുകിൽ കമാൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ റിക്വസ്റ്റ് ആവാം, ഓർഡർ ആവാം, വിഷ് ആവാം, പ്രയർ ആവാം. നോക്കൂ, look at the sentence. Please come here. Do your homework in time. Answer the questions. Do not smoke in the public place.
ഡു നോട്ട് റിപ്പീറ്റ് ഇറ്റ്, ബി ഗുഡ്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഈ സെന്റൻസ് ഒക്കെ ഓരോ സെന്റൻസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. യു കനോട്ട് സീ എ സബ്ജക്ട് ദർ. നേരത്തെ അസർട്ടീവ് സെന്റൻസ് പറഞ്ഞതുപോലെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ പോലെ ഇവിടെ ഒരു സബ്ജക്ട് നമുക്ക് കാണാനേ പറ്റുന്നില്ല. സബ്ജക്ട് അണ്ടർസ്റ്റുഡ് ആണ്. യു എന്ന സബ്ജക്റ്റ് ആണ് അവിടെ വേണ്ടത്, പക്ഷെ ആ യു എന്ന സബ്ജക്റ്റ് അണ്ടർസ്റ്റുഡ് ആണ്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഈ രീതിയിൽ വരുന്ന ചോദ്യങ്ങൾ എപ്പോഴും ഇമ്പറേറ്റീവ് സെന്റൻസ്, അതിന്റെ ഭാവം എന്താണ്? റിക്വസ്റ്റ് ആവാം, കമാൻഡ് ആവാം, ഓർഡർ ആവാം. അത് നമ്മൾ പറയുന്ന ആളുകളുടെ രീതിക്കനുസരിച്ച് പ്ലീസ് കം ഹിയർ എന്നും പറയാം, കം ഹിയർ എന്നും പറയാം. ഒന്ന് ഓർഡറാണ്, ഒന്ന് റിക്വസ്റ്റ് ആണ്. അത് നമ്മൾ ആള് പറയുന്ന രീതിക്ക് അനുസരിച്ചിരിക്കും. സോ ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ് സെന്റൻസിലെ മൂന്നാമത്തെ. ഈ സെന്റൻസ് പ്രത്യേകത എന്താണ്? ദർ യു കനോട്ട് സീ എ സബ്ജക്റ്റ് സ്പെസിഫിക്കലി. അവിടെ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. സെന്റൻസ് തുടങ്ങുന്നത് എപ്പോഴും ഒരു വെർബ് കൊണ്ടായിരിക്കും. അതേപോലെ തന്നെ അവിടെ കണ്ടില്ലേ, ഡു നോട്ട് സ്മോക്ക് ഇൻ പബ്ലിക് സ്പേസ്. സ്മോക്ക് ഇൻ പബ്ലിക് സ്പേസ് എന്നുള്ളതിന്റെ നെഗറ്റീവ് ഫോമാണ് ഡു നോട്ട് സ്മോക്ക് ഇൻ പബ്ലിക് സ്പേസ്. കം ഹിയർ എന്നുള്ളതിന്റെ നെഗറ്റീവ് ഫോമാണ് ഡു നോട്ട് കം ഹിയർ. രണ്ടും റിക്വസ്റ്റ് ആണ്, അല്ലെങ്കിൽ കമാൻഡ് ആണ്, അല്ലെങ്കിൽ ഓർഡർ ആണ്. ഏത് രീതിയിലും നമുക്ക് ഈ സെന്റൻസിനെ വ്യാഖ്യാനിക്കാം. അത് പറയുന്ന ആൾ എങ്ങനെയാണോ ധരിച്ചിരിക്കുന്നത്, അയാളുടെ ഭാവം എന്താണ്, ആ ഭാവത്തിന് അനുസരിച്ചിരിക്കും. അപ്പോൾ 3 തരം സെന്റൻസ് നമ്മൾ പഠിച്ചു. മൂന്നാമത്തെ സെന്റൻസ് ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. ഈ സെന്റൻസിന്റെ പ്രത്യേകതയും പഠിച്ചു. എന്താണ് പ്രത്യേകത? അവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കില്ല, വെർബ് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്ലീസ് തുടങ്ങിയ വാക്കുകൾ കൊണ്ടായിരിക്കും ഈ സെന്റൻസ് ആരംഭിക്കുന്നത്. 4ാമത്തെ സെന്റൻസിലേക്ക് പോകാം. ദാറ്റ് ഈസ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുമ്പോൾ തന്നെ ആ സെന്റൻസിന്റെ ഒരു ഭാവം നിങ്ങൾക്ക് മനസ്സിലായി. Exclamatory sentence expresses strong feeling, extreme happiness, sorrow, disgust or wonder. അത്ഭുതങ്ങളെയോ അല്ലെങ്കിൽ ആകാംക്ഷയോ ഒക്കെ സൂചിപ്പിക്കുന്ന, ആശ്ചര്യത്തെയൊക്കെ പ്രകടിപ്പിക്കുന്ന സെന്റൻസ് ആണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. എക്സ്ക്ലമേറ്ററി സെന്റൻസ് അവസാനിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, അവിടെ യു ക്യാൻ സീ an exclamation mark. Okay, exclamatory sentence will end with an exclamation mark. അപ്പോൾ 4 രീതിയിൽ സെന്റൻസ് 4 പറയാം. അസർട്ടീവ് സെന്റൻസ് ആണെങ്കിൽ ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കും, ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കും, ഇമ്പറേറ്റീവ് സെന്റൻസും നേരത്തെ പറഞ്ഞ പോലത്തെ ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കും. അതേപോലെ ഇവിടെ എക്സ്ക്ലമേറ്ററി സെന്റൻസ് അവസാനിക്കുന്നത് എക്സ്ക്ലമേഷൻ മാർക്കിലായിരിക്കണം. ഇനി ഈ എക്സാമ്പിൾ ഒന്ന് ശ്രദ്ധിക്കൂ. How brilliant Ashwin is. Look at this sentence. How brilliant Ashwin is. What a fine house you have. How beautiful the song is. What a melodious song it is. ഇവിടെയൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ആശ്ചര്യം നമ്മുടെ മനസ്സിലുണ്ട്. How brilliant Ashwin is. അശ്വിൻ എത്രമാത്രം ബ്രില്യൻ്റ് ആണ്. നമ്മുടെ ആശ്ചര്യം മുഴുവൻ ആ വാക്കുകൾ പ്രതിധ്വനിക്കുന്നുണ്ട്. അതേപോലെ വാട്ട് എ ഫൈൻ ഹൗസ് യു ഹാവ്. ഒരു മനോഹരമായ വീട് കണ്ട് നമ്മൾ പറയാം, വാട്ട് എ ഫൈൻ ഹൗസ് യു ഹാവ്. എത്രമാത്രം മനോഹരമായ നല്ല വീടാണിത്. ഹൗ ബ്യൂട്ടിഫുൾ ദ സോങ് ഈസ്. എല്ലാ പാട്ടും മനോഹരമായിക്കൊള്ളുന്നില്ല, പക്ഷെ ഏറ്റവും നല്ല ഒരു പാട്ടുകൾക്ക് നമ്മൾ പറയും വാട്ട് എ ബ്യൂട്ടിഫുൾ സോങ്. ഇത് എത്ര മനോഹരമായ പാട്ടാണിത്. ഈ രീതിയിൽ പറയുന്ന സെന്റൻസിനെയാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ഇവിടെ നമ്മൾ കാണുന്നു വാട്ടും ഹൗ ആണ് എക്സ്ക്ലമേറ്ററി സെന്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്ന 2 വാക്കുകൾ. അത് ഇമോഷൻ പ്രകടിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഹൗവും വാട്ടുമാണ്. അതെങ്ങനെയാണ് വരിക എന്നാണ് ഇനി പറയുന്നത്. പലപ്പോഴും പല കുട്ടികൾക്കും അത് വാട്ട് ഉപയോഗിക്കണോ അല്ലെങ്കിൽ ഹൗ ഉപയോഗിക്കണോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട്. ആ കൺഫ്യൂഷൻ ഇതോടുകൂടി അവസാനിപ്പിക്കണം. ഈ ശ്രദ്ധിച്ച് കേൾക്കുക. ലുക്ക് അറ്റ് ദ സെന്റൻസ്. It is a brilliant idea. It is a brilliant idea. Idea is there, brilliant is here. What is brilliant and what is idea? Idea എന്ന് പറയുന്നത് noun ആണ്, ആശയം. ബ്രില്യൻ്റോ, ബ്രില്യൻ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നമ്മളെ ബ്രില്യൻ്റ് ആയ ഐഡിയ എന്ന് പറയില്ലേ നമ്മൾ, അത് ആഡ്ജക്റ്റീവാണ്. എന്ന് പറഞ്ഞാൽ ആ നൗണിനെ വിശേഷിപ്പിക്കുന്ന വാക്കാണ് ബ്രില്യൻറ്റ്. ആ സെൻറ്റൻസിനെ എങ്ങനെയാണ് ആ സെന്റൻസിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ ഇറ്റ് ഇസ് എ ബ്രില്യൻറ്റ് ഐഡിയ എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ്, അത് സ്റ്റേറ്റ്മെന്റ് ആണ്.
കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയ അവസാനം ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു അല്ലേ? ആ സെന്റൻസിനെ എങ്ങനെയാ മാറ്റിയെന്ന് നോക്കിയേ. വാട്ട് എ ബ്രില്യൻറ്റ് ഐഡിയ ഇറ്റ് ഈസ്. മനസ്സിലായോ? അവിടെ വാട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബ്രില്യൻറ്റ് ഐഡിയ എന്ന് പറയുമ്പോൾ അതിനെ വാട്ട് എ ബ്രില്യൻറ്റ് ഐഡിയ ഇറ്റ് ഈസ് എന്ന് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആക്കി മാറ്റിയെങ്കിൽ ഇതേ സെന്റൻസ് മറ്റൊരു രീതിയിൽ എഴുതുന്ന ശ്രദ്ധിക്കൂ. ദ ഐഡിയ ഈസ് ബ്രില്യൻറ്റ്. സംഭവം ഒരേ സംഭവം തന്നെയാണ്, നേരെ തിരിച്ച് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ദ ഐഡിയ ഈസ് ബ്രില്യൻറ്റ്. അവിടെ നോക്കൂ എങ്ങനെയാണ് ആ സെന്റൻസിനെ എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആക്കി മാറ്റിയെന്ന് ശ്രദ്ധിക്കൂ. ഹൗ ബ്രില്യൻറ്റ് ദ ഐഡിയ ഈസ്. അവിടെ നിങ്ങൾക്ക് ബ്രില്യൻറ്റ് എന്ന വാക്ക് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഐ മീൻ റൈറ്റ്? ബ്രില്യൻറ്റ് എന്ന വാക്ക് മാത്രമേ കാണാൻ പറ്റൂ. ആ ബ്രില്യൻറ്റിനോട് ചേർന്ന ഒരു നൗൺ നിങ്ങൾ കാണാൻ പറ്റുന്നില്ല. ആ നൗൺ ഇവിടെ സബ്ജക്റ്റായി ഉപയോഗിച്ചിരിക്കുക. ഐഡിയ എന്നുള്ളത് സബ്ജക്റ്റായി ഉപയോഗിച്ചിരിക്കുന്നു. പക്ഷേ ഇവിടെ ബ്രില്യൻറ്റ് ഐഡിയ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഓൺലി ഐഡിയ ഈസ് ദർ. ഇങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഉപയോഗിക്കേണ്ടത് ഹൗ ആണ്. ഹൗ ബ്രില്യൻറ്റ് ദ ഐഡിയ ഈസ്. ഹൗ ബ്രില്യൻറ്റ് ദ ഐഡിയ ഈസ്. ഇപ്പോൾ വാട്ടും ഹൗ എവിടേക്കാണ് ഉപയോഗിക്കേണ്ടത് മനസ്സിലായല്ലോ. ഇനി ഇതേപോലുള്ള കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാം. ലുക്ക്, ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ സോങ്. അവിടെ ഉപയോഗിക്കേണ്ടത് ഒരു സംശയമില്ല, വാട്ട് എ ബ്യൂട്ടിഫുൾ സോങ് ഇറ്റ് ഈസ്. ഇതേ സെന്റൻസ് മാറ്റി പറയുന്നത് ശ്രദ്ധിക്കുക. ദ സോങ് ഈസ് ബ്യൂട്ടിഫുൾ. അങ്ങനെയാണെങ്കിലോ ദ സോങ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോൾ അവിടെ ബ്യൂട്ടിഫുൾ എന്ന് മാത്രമേ കാണുന്നുള്ളൂ. ഹൗ ബ്യൂട്ടിഫുൾ ദ സോങ് ഈസ്. രണ്ടു തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. എവിടെയാണ് വാട്ട് ഉപയോഗിക്കേണ്ടത്, എവിടെ ഹൗ ഉപയോഗിക്കേണ്ടത് മനസ്സിലായല്ലോ. മറ്റൊരു സെന്റൻസ് ശ്രദ്ധിക്കുക. ഹർ വ്യൂസ് ആർ ഡൈനാമിക്. എങ്ങനെ മാറ്റാം? ഡൈനാമിക് എന്ന് പറയുന്ന ആഡ്ജക്റ്റീവ് മാത്രമേ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് ഹൗ ഉപയോഗിക്കാം. ഹൗ ഡൈനാമിക് ഹർ വ്യൂസ് ആർ. ഓക്കെ, ക്ലിയർ ആയി. അപ്പൊ 4 തരം സെന്റൻസും വളരെ കൃത്യമായി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഒരിക്കലും ഇനി സെന്റൻസ് എങ്ങനെയാണ് ഓരോ സെന്റൻസും കൺസ്ട്രക്ട് ചെയ്യുന്നത്, അത് ഏത് തരം സെന്റൻസ് ആണെന്ന് എവിടെ ചോദിച്ചാലും പറയാൻ പറ്റാവുന്ന രീതിയിൽ ഇപ്പോൾ 4 തരം സെന്റൻസ് നിങ്ങൾ ഉദാഹരണ സഹിതം പഠിച്ചു കഴിഞ്ഞു. ഇനി ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, നിങ്ങളുടെ നോട്ട്ബുക്കും അതേപോലെ തന്നെ നിങ്ങളുടെ പേനയും നിങ്ങളുടെ മുൻഭാഗത്തുണ്ട്. Am I right? ഈ പറയുന്ന ചോദ്യങ്ങൾ നിങ്ങൾ സ്വയം ഏത് സെന്റൻസ് ആണെന്ന് മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ ആ സെന്റൻസിനെ എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആക്കി മാറ്റുകയും വേണം. ചേഞ്ച് ദ ഫോളോയിങ് സെന്റൻസസ് ഇൻ ടു എക്സ്ക്ലമേറ്ററി സെന്റൻസ്. They are coming fast. Manu is a clever boy. I am happy. He is a dirty fellow. It was a pleasant experience. She was very sad. She was very sad. She was very sad എന്ന് പറയുമ്പോൾ നമ്മൾ വെരി എന്ന വാക്കിനെ സാധാരണ നിങ്ങൾ എടുക്കേണ്ടതില്ല. വെരി എന്നുള്ളത് നമ്മുടെ ആ അത്ഭുതം അല്ലെങ്കിൽ ആ അവിടുത്തെ അവസ്ഥ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞുള്ളൂ. ഷീ വാസ് സാഡ് എന്ന് എടുത്താൽ മതി. അപ്പോൾ ഇത്രയും വാക്കുകൾ, ഈ 6 സെൻറ്റൻസ് നിങ്ങൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആക്കി അടുത്ത ക്ലാസ് ആവുമ്പോഴേക്കും മാറ്റണം. അടുത്ത ക്ലാസ്സിൻ്റെ തുടക്കം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ആൻസറൊക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് മനസ്സിലാക്കി. നൗ ഇറ്റ് ഈസ് ടൈം ടു സ്റ്റോപ്പ് ദ ക്ലാസ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം ഈ ക്ലാസ് ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയണം. പിന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. വി ക്യാൻ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.